ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഇത്തവണ എന്തായാലും കൗതുകമുള്ളതാണ്. ദക്ഷിണ ഇന്ത്യക്കാരായ രണ്ട് നേതാക്കൾ തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടമാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രതിസന്ധിയിലായിരിക്കുന്നത് DMK ആണ്. തമിഴ് വികാരം ഇളക്കിവിടാൻ ശ്രമിച്ച DMKക്ക് BJPയുടെ ഒരു മിന്നൽ സ്ട്രൈക്ക്. പക്ഷേ ആന്ധ്രാപ്രദേശുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഭരണപക്ഷവും പ്രതിപക്ഷ പാർട്ടികളും തങ്ങളുടെ നാട്ടുകാരനായ സുദർശൻ റെഡ്ഡിയെ പിന്തുണയ്ക്കാതെ BJPക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അവിടെയാകുമ്പോൾ പ്രശ്നം വരുന്നില്ല, രണ്ടുപേരും ഒരു നേതാവിനെ പിന്തുണയ്ക്കുകയാണ്. തമിഴ്നാട്ടിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നു ഇല്ല. അതെ, അല്ല, വലിയൊരു അത്ഭുതം എന്ന് പറഞ്ഞത് ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള നേരത്തെ മുഖ്യമന്ത്രിയായിരുന്ന ആളിൻ്റെ പാർട്ടിയായിട്ടുള്ള YSR കോൺഗ്രസ്, YS രാജശേഖർ റെഡ്ഡിയാണ്. റെഡ്ഡി ആയിട്ട് പോലും പിന്തുണയ്ക്കുന്നത് ഈ റെഡ്ഡിയല്ല, അതായത് ഇന്ത്യ മുന്നണി കക്ഷികളുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള റെഡ്ഡിയല്ല അദ്ദേഹം പിന്തുണയ്ക്കുന്നത്. മറിച്ച് അദ്ദേഹം പിന്തുണയ്ക്കുന്നത് NDAയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള CP രാധാകൃഷ്ണനെയാണ്. തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള 2 തവണ കേരളത്തോട് ചേർന്നുള്ള കോയമ്പത്തൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ച് ജയിച്ച CP രാധാകൃഷ്ണൻ എന്ന് പറയുന്ന അധികാരിയാണ്. അദ്ദേഹം RSSലൂടെ വന്ന ആളാണ്. നേരത്തെ ഇരുന്ന ജഗദീപ് ധൻഖർ അങ്ങനെ വന്ന ആളല്ല, അദ്ദേഹം ഒരു കർഷകനായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ സൈനിക കോളേജിൽ പഠിച്ചിട്ടുള്ള ആളുമാണ്, ദേശസ്നേഹമുള്ള ആൾ തന്നെയാണ്. പക്ഷേ RSSൻ്റെ ഒരു സംസ്കാരം ഉണ്ടായിരുന്ന ആളല്ല. ഇദ്ദേഹമാകട്ടെ RSSൻ്റെ സംസ്കാരമുള്ള ആളാണ്. എന്നിട്ടും രാജശേഖർ റെഡ്ഡിയുടെ മകൻ ഇദ്ദേഹത്തെ പിന്തുണച്ചിരിക്കുകയാണ് എന്ന് അവർ ഔദ്യോഗികമായിട്ട് അറിയിച്ചു. ഇപ്പം 394 വോട്ട് മതി ഇലക്ട്രൽ കോളേജ് അത് നമുക്കെല്ലാം അറിയാം. അതായത് ലോക്സഭയിൽ നിന്നുള്ള എല്ലാ അംഗങ്ങളും, രാജ്യസഭയിൽ നിന്നുള്ള എല്ലാ അംഗങ്ങളും, പിന്നെ നോമിനേറ്റ് ചെയ്യപ്പെട്ട നാമനിർദ്ദേശം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് ഇപ്പോൾ നാമനിർദ്ദേശം ചെയ്തിട്ടുള്ള സദാനന്ദൻ മാസ്റ്റർക്ക് പോലും വോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കെല്ലാം വോട്ട് വരുമ്പോൾ ഭൂരിപക്ഷമായിട്ട് ലഭിക്കേണ്ടത് കേവലം 394 വോട്ടുകൾ മാത്രമാണ്. 394 വോട്ടുകൾ മാത്രം കിട്ടിയാൽ മതി. പക്ഷേ NDAക്ക് ഒറ്റയ്ക്ക് കിട്ടാവുന്ന വോട്ടുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാൾ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, 422 ഈസി ആയിട്ട് കിട്ടും. ഇപ്പോൾ അതുപോലെ തന്നെ ഈ YSR കോൺഗ്രസിൻ്റെ പിന്തുണ കൂടി ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള റെഡ്ഡിയാൽ നയിക്കപ്പെടുന്ന പാർട്ടിയുടെ പിന്തുണ കൂടി വന്നതോടുകൂടി സുദർശൻ റെഡ്ഡിയെ എതിർക്കാൻ വേണ്ടിയാണ് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത്. ഈ YSR കോൺഗ്രസ്, റെഡ്ഡി നയിക്കുന്ന അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് 11 MPമാരുണ്ട്. 11 കൂടെ കൂടുമ്പോൾ ഏതാണ്ടല്ല കൃത്യമായിട്ട് 433 വോട്ടുകളാണ് നമ്മുടെ CP രാധാകൃഷ്ണൻ പോൾ ചെയ്യപ്പെടുക. അപ്പോൾ വൻ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ഉറപ്പായിട്ടും ജയിക്കും. അദ്ദേഹത്തെ അങ്ങ് പിന്തുണയ്ക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ വാസ്തവത്തിൽ ഇന്ത്യ മുന്നണിക്ക്. വേറെ ഒരു കലഹം സൃഷ്ടിക്കാൻ വേണ്ടി മുൻ ജഡ്ജിയായിരുന്ന ആളിനെ സ്ഥാനാർത്ഥിയാക്കി വെച്ചിരിക്കുക. ഇതേ ഇന്ത്യ മുന്നണിക്കാർ തന്നെയാണ് പറയുന്നത്, സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന ആൾക്കാരെ NDA അവരുടെ ഗവർണറായിട്ട്, ആന്ധ്രാപ്രദേശിൽ ഇപ്പോൾ ഗവർണർ, അങ്ങനെ സുപ്രീം കോടതി ജഡ്ജിയായിട്ടിരുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരെ ആരോപണങ്ങളും അഴിമതിയും അധികാര ദുർവിനിയോഗവും NDAക്കെതിരെ വെച്ച് നീട്ടുന്നത്. കോൺഗ്രസ് ചെയ്യുമ്പോൾ അത് ശരിയാണ്. അത് കോൺഗ്രസ് ജയിച്ചാൽ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട EVM കോൺഗ്രസ് ജയിക്കുമ്പോൾ ശരിയാണ്. അതോടൊപ്പം തന്നെ വോട്ടർ പട്ടിക കോൺഗ്രസ് ജയിക്കുമ്പോൾ ശരിയാണ്, BJP ജയിക്കുമ്പോൾ അത് വലിയ ക്രമക്കേട് ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെയാണ് അവർ പറയുന്നത്. അതുപോലെ എനിക്ക് തോന്നുന്നത് ഈ സുപ്രീം കോടതിയേക്കാളിലും ഒക്കെ പരമാധികാരമുള്ളത് നെഹ്റു അല്ല, വ്യാജ ഗാന്ധി കുടുംബത്തിനാണ്. അവർ പറയുന്നത് പോലെ രാഹുലിൻ്റെ കുടുംബത്തിന് അവർ പറഞ്ഞതായിരിക്കണം ഈ രാജ്യത്തെ നിയമം. സുപ്രീം കോടതി പറയുന്നതല്ല. സുപ്രീം കോടതി എന്ത് പറയണമെന്ന് അവർ തീരുമാനിക്കും. ഭരണഘടന എന്ത് പറയണമെന്ന് അവർ തീരുമാനിക്കും. പാർലമെൻറ്റ് എങ്ങനെ പ്രവർത്തിക്കണമെന്ന് അവർ തീരുമാനിക്കും. പ്രധാനമന്ത്രി എന്ത് പറയണമെന്നും പറയണ്ടെന്നും അവർ തീരുമാനിക്കും. അല്ല, അങ്ങനെ ഉണ്ടായിരുന്നൊരു കാലമുണ്ട്, അതിൻ്റെ ഒരു കെട്ട് അവർക്ക് വിട്ടിട്ടില്ല ഇപ്പോഴും. ആ കെട്ടിപ്പോഴും ഉണ്ട്. ആ കെട്ടിലാണ് അവരിപ്പോൾ കാര്യങ്ങൾ. ഇലക്ഷൻ കമ്മീഷൻ എന്ത് പറയണമെന്നും ചെയ്യണമെന്നും എല്ലാം രാഹുൽ ഗാന്ധി തീരുമാനിക്കും. അതാണ് ശരി. കോടതിയിൽ വിധി അനുകൂലമായിട്ട് വന്നാൽ ഓക്കെ. പക്ഷേ BJPക്ക് അനുകൂലമായിട്ട് വന്നാൽ നിങ്ങൾ കോടതി വിധി BJPക്ക് വേണ്ടിയിട്ട് അട്ടിമറിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ BJPയുടെ സുപ്രീം കോടതി ജഡ്ജിയാണ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ്.
അദ്ദേഹത്തിന് താങ്കളൊരു ഭാരതീയനാണോ എന്ന് കോടതി, ഇങ്ങനെയൊക്കെയുള്ള നിരീക്ഷണങ്ങൾ കോടതി എപ്പോഴും നടത്താറുണ്ട് എന്ന ചോദ്യത്തിന് ഇത് ചോദിക്കാൻ എന്താ അവകാശം എന്ന് ചോദിച്ചത് പ്രിയങ്ക ഗാന്ധി. അപ്പോൾ സൂപ്പർ ജഡ്ജ് എന്ന് പറയുന്നത് പ്രിയങ്ക ഗാന്ധി, ചീഫ് ജസ്റ്റിസിനും മുകളിൽ എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ ആ രീതിയിലാണ് ഇവർ കാര്യങ്ങളൊക്കെ കാണുന്നതും. ഓക്കെ, അതിനുവേണ്ടിയാണ് ആവശ്യമില്ലാത്ത ഒരു മത്സരം അവിടെ ഉണ്ടാക്കി തോൽക്കുമെന്ന് അറിയാമായിട്ടും മത്സരിക്കും. ഇനി എനിക്കറിയില്ല, ഇലക്ടറൽ കോളേജ് അത് ശരിയായില്ല, അതിൻ്റെ വിധി ശരിയല്ല, അത് അട്ടിമറിച്ചു. BJPക്ക് വേണ്ടി അവിടെ ഒരു ഭരണാധികാരി കാണുമല്ലോ, ആ ഭരണാധികാരി ഇതെല്ലാം അട്ടിമറിക്കുകയാണ് ചെയ്തതെന്നും പറഞ്ഞ് വോട്ടർ അധികാർ യാത്ര എന്നും പറഞ്ഞ് ഒരെണ്ണം ഇനിയും വേറെ നെടുകയും കുറുകയും നടത്തുമെന്ന് എനിക്കറിയില്ല. അത്ര മാത്രം അടിസ്ഥാനരഹിതവും ദുർബലവും യാതൊരു കാമ്പും കഴമ്പും ഇല്ലാത്തതുമാണ് ഇന്ത്യ മുന്നണി ഇപ്പോൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന വാദങ്ങളെല്ലാം വ്യാജമാണ്. വ്യാജ ഗാന്ധിമാരാണ് ഇവരെ. ഗാന്ധിയുടെ കുടുംബത്തിൽപ്പെട്ടവരാണെന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള പേരുകൾ ഇട്ടിരിക്കുന്നത് ഒരു വ്യാജ ഗാന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. ഗാന്ധിയുമായിട്ട് ഒരു ബന്ധവും ആദർശത്തിലായാലും ജന്മം കൊണ്ടായാലും ഒരു ബന്ധവും ഇല്ലാത്ത പേര്, ഗാന്ധി പേര് പേറുന്നത് പോലെയുള്ള വ്യാജങ്ങൾ, ആ വ്യാജ നിർമ്മിതികളാണ് ഇവരുടെ ഇപ്പോഴത്തെ വോട്ടധികാർ യാത്രയ്ക്കും പാർലമെൻറ്റിൽ ഇവർ കാണിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും. ഇപ്പോൾ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഏത് ഒരു ഓർഡർ മന്ത്രിസഭാ അനുമതിയോടുകൂടി പാസ്സാക്കിയ ഒരു ഉത്തരവ് പാർലമെൻറ്റിൽ അവതരിപ്പിക്കാൻ വേണ്ടി തയ്യാറാക്കിയത് ബില്ല് വലിച്ചു കീറി കാണിച്ചു, അത് ഭിത്തിയിൽ തെളിച്ച് ഒട്ടിച്ചു. അദ്ദേഹം അന്ന് കാണിച്ച ആ അന്തസത്തയോട്, ആ സ്പിരിറ്റിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ബില്ലാണ് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്, അവരുടെ ഗവൺമെൻറ്റിൻ്റെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷാ പാർലമെൻറ്റിൽ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ചത്. പക്ഷേ അങ്ങനൊരു ബില്ല് അന്ന് രാഹുൽ ഗാന്ധി എടുത്ത ഒരു നിലപാടിന് അനുകൂലമായിട്ട് പോലും അതിനെ എതിർത്തുകൊണ്ട് പാർലമെൻറ്റിൽ ബഹളമുണ്ടാക്കുകയും അമിത്ഷായെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും അതേ ബില്ല് തന്നെ വലിച്ചു കീറുകയുമാണ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ നിലപാട് അമിത്ഷാ തന്നെ എടുത്താൽ അവർ അംഗീകരിക്കില്ല എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധിയുടെ അതേ നിലപാടാണ് ഇപ്പോൾ ഈ ബില്ലിൽ വന്നിരിക്കുന്നത്. അപ്പോൾ പോലും അത് വലിച്ചു കീറുക. കാരണം ഇത് അവതരിപ്പിക്കേണ്ട രാഹുൽ ഗാന്ധിയാണ്, ആഭ്യന്തരമന്ത്രിയല്ല, പ്രധാനമന്ത്രിയായിട്ടിരിക്കേണ്ട രാഹുൽ ഗാന്ധി. അതാണ് അവരുടെ ആവശ്യം. അതാണ് പ്രധാനമന്ത്രി കസേരയിൽ പപ്പുവിന് ഒന്ന് ഇരിക്കണം. അദ്ദേഹത്തിൻ്റെ അഭിലാഷം അതാണ്, ജീവിതാഭിലാഷം. നടക്കുമോ? ഒരിക്കലും നടക്കാൻ പോകാത്ത ഒരു സ്വപ്നമായിട്ട് ഈ വോട്ട് അധികാർ യാത്ര, അതുപോലെ ഈ ബില്ല് വലിച്ചുകൾ സംഭവങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി ഒരിക്കലും അത് കിട്ടാൻ പോകുന്നില്ല. കരതലാമലകമായിരുന്നു. അല്ല, ബീഹാറിൽ ഭരണം പിടിക്കാൻ വേണ്ടിയാണ് ഇത്രയും വലിയ തത്രപ്പാട്. അതെ, മുസ്ലിം മേഖലകളിൽ കൂടിയൊക്കെയാണ് അദ്ദേഹം യാത്ര നടത്തുന്നത്, ആളുകൂട്ടം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ 59 ലക്ഷം പേരാണ് വ്യാജ വോട്ടർമാർ, വ്യാജ ഗാന്ധിമാർ എന്ന് പറയുന്ന പോലെ വ്യാജ വോട്ടർമാരുണ്ടായിരുന്നു. അത് മുഴുവൻ ശുദ്ധീകരിച്ചു, അവരെല്ലാം പുറത്തായിപ്പോൾ. കള്ളത്തരം ഇങ്ങനെയാണ് അവർ ജയിച്ചുകൊണ്ടിരുന്നത്. കള്ളത്തരം കാണിച്ചുകൊണ്ടിരുന്നത് കോൺഗ്രസും RJDയും ഒക്കെ കൂടിയാണ്. അത് പൊളിഞ്ഞു. അതിന് മുൻകൂർ ജാമ്യം എടുക്കാനാണ് മുംബൈയിലേത് വ്യാജ വോട്ടുകളെന്നും പറഞ്ഞ് അവർ പ്രദർശിപ്പിച്ചത്. അതും പൊളിഞ്ഞു. കാരണം അതിൻ്റെ തയ്യാറാക്കിയ സഞ്ജയ് കുമാർ തന്നെ പറഞ്ഞു ഇത് വ്യാജമാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. വോട്ടർമാർ 2 വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ പറച്ചിൽ വ്യാജമാണ്, ഞങ്ങൾ കള്ളവോട്ട്, രാഹുൽ ഗാന്ധിയെ പോലെ കള്ളം കാണിക്കുന്ന ആൾക്കാരല്ല ഞങ്ങളെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഒരു സ്ത്രീക്ക് 124 വയസ്സുണ്ടായിരുന്നു. പ്രിയങ്ക ഗാന്ധി പറഞ്ഞ് 124 നോട്ട് ഔട്ട് എന്നാണ്. ആ സ്ത്രീ പറഞ്ഞു, സ്ത്രീ നിങ്ങളോട് ആര് പറഞ്ഞു എൻ്റെ ഫോട്ടോ എടുത്ത് പ്രദർശിപ്പിക്കാൻ? നിങ്ങൾക്ക് ആര് അവകാശം നൽകി? നിങ്ങൾ എന്നോട് ചോദിക്കുക ഫോട്ടോ പ്രസിദ്ധീകരിച്ച് എന്തിനാ? എനിക്ക് 34 വയസ്സേ ഉള്ളൂ എന്ന് അവർ പറഞ്ഞു. ഇറ്റ് ഈസ് ഓൺലി എ ക്ലറിക്കൽ മിസ്റ്റേക്ക്. അതൊക്കെ എതിരെ ഒരു സ്ത്രീയെ, ഭാരതീയ സ്ത്രീയെ അപമാനിക്കാൻ ഈ പ്രിയങ്ക ഗാന്ധിക്ക് ആരാ അവകാശം കൊടുത്തത്? അവരാണ് ഇന്ത്യയുടെ സിംഹാസനം. പറയട്ടെ, ഇതാണ് ഇതിൻ്റെ പ്രശ്നം. ഇന്ത്യയുടെ സിംഹാസനം അലങ്കരിക്കേണ്ടവർ അവരാണ് എന്നുള്ള ആ ഒരു അഹങ്കാരമാണ് ഇതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.